സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ് മുതൽ ഇടുക്കി വരെയുള്ള 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി 5 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നിലനിൽക്കുന്നത്. നമുക്ക് ആദ്യം കോട്ടയത്തേക്ക് പോവാം. കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴയാണ്. മലയോര മേഖലയിൽ പ്രളയ സമാനമായ ഒരു അവസ്ഥ. കുട്ടിക്കൽ പഞ്ചായത്തിലെ കൊടുങ്ങിയിലും കൊക്കയർ പഞ്ചായത്തിലും മുൻനിലവിലും ഉരുൾപൊട്ടിയിട്ടുണ്ട്. ഈരാറ്റുപേട്ട, നടക്കൽ, മുരിക്കോരി ഭാഗങ്ങളിൽ വെള്ളം ോടെ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ മുണ്ടക്കയത്ത് നിന്നും സനോജ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സനോജ്, ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലെന്ന് എനിക്കറിയാം. കാരണം ഈ ഒരു പ്രളയ സമാനമായ ഒരു സാഹചര്യം കോട്ടയം നേരിടുന്നു എന്നാണ് ഇന്ന് ഈ ഒരു പ്രഭാതത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു അറിവ്. നിലവിലത്തെ ഒരു സാഹചര്യം എന്താണ്? എനിക്ക് തോന്നുന്നു മഴയൊന്ന് അല്പം ശമിച്ചിട്ടുണ്ടോ അവിടെ? സിന്ദൂരി, ഇന്നലെ സന്ധ്യ മുതൽ തുടങ്ങിയ ശക്തമായ മഴ രാത്രിയായതോടുകൂടി അതികഠിനമായ മഴയിലേക്ക് മാറുന്ന സാഹചര്യമാണ് ജില്ലയിൽ കാണാൻ കഴിഞ്ഞത്. തുള്ളിക്കൊരു കുടം എന്ന നിലയിൽ മണിക്കൂറുകൾ നീണ്ടു പെയ്ത മഴയിൽ മലയോര മേഖലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിലടിയിലാവുന്ന സാഹചര്യമുണ്ടായി. കൂട്ടിക്കൽ പഞ്ചായത്തിലെ കൊടുങ്ങയിൽ, കൊക്കയാർ പഞ്ചായത്തിൽ, ഒപ്പം തന്നെ മൂന്നിലവിൽ ഉൾപ്പെടെ ഉരുൾപൊട്ടലുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് മുണ്ടക്കയത്ത് കോസ്വേ ജംഗ്ഷനിലാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ടായിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന ഈ പ്രദേശം പോലും കഴിഞ്ഞ മണിക്കൂറിൽ വെള്ളത്തിനടിയിലായിരുന്നു. ഇപ്പോൾ ഈ പാലം പൂർണ്ണമായും വെള്ളത്തിനടിയിൽ മുങ്ങിയിരുന്നു. ആ സമയങ്ങളിൽ എരുമേലിയിൽ നിന്നും മുണ്ടക്കയത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. പ്രത്യേകിച്ച് ആ പാതയിലെ കരിനിലം പോലെയുള്ള പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഗതാഗത സ്തംഭനമാണ് ഉണ്ടായത്. ഒപ്പം നമ്മുടെ എതിർഭാഗത്ത് ഞാൻ നിൽക്കുന്ന എതിർവശത്തെ ആ കടകമ്പോളങ്ങളിൽ പൂർണ്ണമായും വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ വെള്ളം അല്പം ഇറങ്ങിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഒരു മണിക്കൂറായി മഴയ്ക്ക് അല്പം ശമനമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വെള്ളത്തിന് കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ചേനപ്പാടി പോലെയുള്ള പ്രദേശങ്ങൾ, അവിടുത്തെ പല വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. ഒപ്പം തന്നെ എരുമേലിയിലെ വലിയമ്പലത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ ഈ കാഞ്ഞിരപ്പള്ളി താലൂക്കിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളത്തിലാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തി രക്ഷാപ്രവർത്തനത്തിനും ഒപ്പം തന്നെ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കുമൊക്കെ ഏകോപനം നൽകുന്നുണ്ട്. ഇപ്പോൾ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസമ്മ മാത്യു നമുക്കൊപ്പം ചേരുകയാണ്. വലിയ തോതിലുള്ള വെള്ളപ്പൊക്കമാണോ ഇത്തവണയും ഉണ്ടായത്? വളരെയധികം വെള്ളപ്പൊക്കമായിരുന്നു. ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. ഞങ്ങൾക്ക് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ കടക്കാൻ മേലാത്തൊരവസ്ഥയിലായിപ്പോയി. ഇക്കരെ നിൽക്കുന്നവർ ഇക്കരയിലും അക്കരയിലും ആയിപ്പോയി. ഞങ്ങൾ 3 കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. അതിൽ 40 പേരെ ഒരു വശത്തും 3-4 പേരെ ഇപ്പുറത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറേ പേരെ കൂടെ അങ്ങോട്ട് ആക്കാനായിട്ട് ഇത്ര രാത്രിയിലായതുകൊണ്ട് അടുത്തടുത്ത വീടുകളിലേക്ക് ഞങ്ങളവരെ മാറ്റി പാർപ്പിക്കുക ചെയ്തത്. വളരെയധികം ഞങ്ങളുടെ പാലമൊക്കെ കൈവരികളും എല്ലാം തകർന്നു പോയി. നല്ല രീതിയിലുള്ള ഉരുൾപൊട്ടൽ കൂട്ടിക്കൽ ഭാഗത്തുനിന്നും കൊടുങ്ങ ഭാഗത്തുനിന്നും ഉണ്ടായതാണ് ഇത്രയും വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുവാനായിട്ട് ഞങ്ങൾ. കൊക്കയാർ പഞ്ചായത്തിലും കൂട്ടിക്കൽ പഞ്ചായത്തിലും ഉരുൾപൊട്ടലുണ്ടായി. ഇതുകൊണ്ടാണ് ഈ പുല്ലകയാർ കരകവിഞ്ഞൊഴുകുകയും ഈ ആറിൻ്റെ ഇരുവശങ്ങളിലുമുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ടോ? നമ്മുടെ മണിമലയാറിൻ്റെ ഇരുവശങ്ങളിലും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പ്രധാനപ്പെട്ട വിഷയം ഇവിടുന്ന് മണൽ മാറ്റാനുള്ള അനുവാദം പലപ്പോഴും കിട്ടാറില്ല. ഇനിയും ലേലം ചെയ്യാനൊക്കെ അനുവാദം കിട്ടിയാലും പല സാങ്കേതിക തടസ്സങ്ങളുണ്ടാകുന്നു. ഈ മണിമലയാറ്റിലെ മണൽ മാറ്റാനുള്ള ഈ സാങ്കേതിക പ്രശ്നങ്ങളാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പെട്ടെന്ന് തന്നെ 2-3 മഴ അടുപ്പിച്ച് പെയ്തു കഴിഞ്ഞാൽ ആറ്റി വെള്ളമാവും. റോഡിൻ്റെ ഇരുകരകളിലും വെള്ളം കവർന്ന് വീടുകളും കടകളെല്ലാം വെള്ളത്തിലാകുന്ന പ്രശ്നമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ രാത്രി 12:30 മുതൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ ഇവിടുത്തെ വാർഡ് മെമ്പർ ബെന്നിനെയ്യൂര് ഞങ്ങളെല്ലാവരും തന്നെ ഇവിടെ പ്രവർത്തനങ്ങളുമായിട്ടുണ്ട്. ഇതിനോടകം 32ഓളം കുടുംബങ്ങൾ 2-3 ക്യാമ്പുകളിലായിട്ട് മാറ്റിയിട്ടുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും നന്നായി നടന്നു വരികയാണ്. ഇപ്പോൾ നമ്മുടെ കോസ്വേ പാലം പൂർണ്ണമായും തകരുന്ന രൂപത്തിൽ അതിൻ്റെ കൈവരിയെല്ലാം തകർന്നിട്ടുണ്ട്. ബൈപ്പാസിലെല്ലാം വെള്ളമാണ്. ഇതിന് ഏറ്റവും വലിയ ദുരിതം ഉണ്ടായിരിക്കുന്ന ഇടുക്കിയിലേക്കുള്ള എല്ലാ ബന്ധങ്ങളും വിട്ടുപോയി. ഇപ്പം കടുവാപ്പാറ, പുല്ലുപാറ എല്ലാം മണ്ണിടിഞ്ഞ് അവിടുന്ന് ഒറ്റ വാഹനം വരാനാവാതെ വരുന്നു. ഇന്ന് PSC പരീക്ഷ നടക്കുന്ന സമയമാണ്. PSC പരീക്ഷ നടക്കുമ്പോൾ പറണങ്ങാനത്തൊക്കെ പരീക്ഷയുള്ള കുട്ടികളുണ്ട്. എല്ലാവരും നമ്മുടെ മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ വന്ന് ബ്ലോക്കായി കിടക്കുക. ഇടുക്കിയിൽ നിന്ന് ഒറ്റ വണ്ടി വരുന്നില്ല. എരുമേലിയിൽ നിന്നുള്ള തിരുവനന്തപുരം വണ്ടികൾ ഇപ്പോൾ ഒരു വണ്ടിക്കും വരാൻ പറ്റാത്തതുകൊണ്ട് ഈ മുണ്ടക്കയം ആകെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം പോലും കഴിഞ്ഞ മണിക്കൂറിൽ വെള്ളമായിരുന്നു തോന്നുന്നു. കാരണം ഇവിടെ എല്ലാം ചെള്ളി നിറഞ്ഞ അവസ്ഥയിലാണ്. ഇവിടെ എല്ലാം വെള്ളമായിരുന്നു. ഇപ്പം കുറഞ്ഞതാണോ? ഇവിടെ ഈ വെള്ളത്തിലെ കാര്യം പറഞ്ഞപ്പോൾ സഖാവ് CV സൂചിപ്പിച്ച പോലെ പ്രശ്നം സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ഒരു മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ ഈ ബൈപ്പാസിൻ്റെ അശാസ്ത്രീയ നിർമ്മാണം. 15 മീറ്ററോളം മണിമലയാർ കയ്യേറിയാണ് ഈ ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത്. അത് PC ജോർജ് MLA ആയിരുന്ന സമയത്ത് നിർമ്മിച്ചതാണ്. അപ്പം നിലവിൽ 6 പുറമ്പോക്ക് 15ഓളം മീറ്റർ കയ്യേറി നിരിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ 4ാം വാർഡ് മെമ്പറാണ് പുത്തൻചന്ത.
അവിടെ ഏതാണ്ട് ഒരു 22ഓളം കുടുംബങ്ങൾ സ്ഥിരമായിട്ടൊരു ത്രാമഴ പെയ്താൽ അവരുടെ വീട്ടിൽ വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ്. എത്ര കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്? ദുരിതാശ്വാസ ക്യാമ്പിലോട്ട് മാറ്റിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വാർഡിലെ 17 കുടുംബങ്ങൾ നമ്മുടെ ഒരു സാംസ്കാരിക സമിതിയുണ്ട് നൂർത്തുശാല, അവിടെയോട്ട് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കുറേ കുടുംബങ്ങളെ അയൽവക്കത്തെ വീട്ടിലോട്ട് ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഇവരൊക്കെ ഈ ആറിൻ്റെ തീരപ്രദേശത്ത് താമസിച്ച ആളുകളാണ്. ആറിൻ്റെ തീരപ്രദേശത്ത് താമസിച്ച ആൾക്കാരാണ്. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കമുണ്ടായിരുന്നു. നമുക്കറിയാം, മുമ്പ് കഴിഞ്ഞ മണിക്കൂറിൽ ഈ പാലം പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരുന്നു. ആ വെള്ളത്തിനടിയിലായിരുന്നത് കൊണ്ട് തന്നെ ഈ ആറിൻ്റെ ഇരുവശങ്ങളിലുമുള്ള വീടുകളിലെ ആളുകളുടെ വീട്ടുകളിലേക്ക് വെള്ളം എത്തുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് പല ആളുകളെയും മാറ്റിപ്പാർപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായത്. നമ്മൾ ഈ കാണുന്നത് മണിമലയാറിൻ്റെ കൈവരിയായിട്ടുള്ള പുല്ലകയാറാണ്. ഈ പുല്ലകയാർ കരകവിഞ്ഞൊഴുകാൻ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയപ്പെടുന്നത് കൂട്ടിക്കൽ പഞ്ചായത്തിലെ കൊടുങ്ങയിൽ, ഒപ്പം തന്നെ കൊക്കയാർ പഞ്ചായത്തിലൊക്കെ തന്നെ ഉരുൾപൊട്ടലുണ്ടായി. ആ ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലുമാണ് ഈ മണിമലയാറിൻ്റെ കൈവഴിയായിട്ടുള്ള പുല്ലകയാറ്റിൽ ഇത്രത്തോളം ജലനിരപ്പ് ഉയരാൻ ഇടയാക്കിയത്. ഈ ജലനിരപ്പ് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ചെല്ലുകയാണ്. ചേനപ്പാടി, പഴയിടം പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളം ഒഴുകിയെത്തി ആ പ്രദേശത്തെ പല ഗ്രാമപ്രദേശങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇതാണ് ഈ കാഞ്ഞിരപ്പള്ളി താലൂക്കിൻ്റെ മലയോര പ്രദേശത്തും നമുക്ക് നൽകാൻ കഴിയുന്ന വിവരമെങ്കിൽ മറിച്ച് മീനച്ചിലാറിൻ്റെ ഭാഗമായിട്ടുള്ള മീനച്ചിൽ താലൂക്കിൻ്റെ ഭാഗമായിട്ടുള്ള മൂന്നിലവിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട്. അവിടെ ഉരുൾപൊട്ടലിൽ വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഏക്കർ കണക്കിന് കൃഷിത്തോട്ടം ഒലിച്ചുപോയിട്ടുണ്ട്. പാലാ ഡിപ്പോയിലെ ഒരു KSRTC ഡ്രൈവറായിരുന്ന രാജേഷിൻ്റെ വീട് പൂർണ്ണമായും ഒലിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. അവരെ ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. കാരണം ആ മേഖലയിലേക്കുള്ള റോഡ് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ ആശുപത്രിയിലേക്ക് എത്തി രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായത്. ഇപ്പോൾ അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മീനച്ചിൽ താലൂക്കിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈരാറ്റുപേട്ട നഗരം പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യമുണ്ടായി. പാലായുടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. അങ്ങനെ ശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറിൽ പെയ്തിറങ്ങിയത്. ആ പെയ്തിറങ്ങിയ മഴയുടെ പ്രളയ സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ മലയോര പ്രദേശത്തിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സിന്ദൂരി.